ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിൽ സമീപകാലത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ശ്രദ്ധേയമായ വിജയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മറു ചോദ്യത്തിന് പോലും ഇടമില്ലാതെ ഉത്തരം നൽകാം. അത് ഇടതുപക്ഷ തീവ്രവാദം, അതായത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിന് എതിരെയുള്ള നിർണായകമായ പോരാട്ടമാണ്. ഒരു പതിറ്റാണ്ട് മുമ്പ് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി കണക്കാക്കപ്പെട്ടിരുന്ന മാവോയിസ്റ്റ് ഭീഷണി ഇന്ന് ജീവൻ നിലനിർത്താൻ പാടുപെടുകയാണ്. രാജ്യത്തിന്റെ 180ഓളം ജില്ലകളെ ഭയത്തിന്റെ നിഴലിൽ നിർത്തിയ ഒരു പ്രസ്ഥാനം ഇന്ന് 18 ജില്ലകളിലേക്ക് മാത്രമായി ചുരുങ്ങി. ഈ ഗണ്യമായ മാറ്റത്തിന് പിന്നിലെ തന്ത്രപരമായ കരുനീക്കങ്ങളെയും മോദി ഷാ ഭരണകൂടം നടപ്പിലാക്കിയ റെഡ് ബുക്ക് സമീപനത്തെയും അടുത്തറിയേണ്ടത് ഇന്ത്യയുടെ ഭാവി സുരക്ഷാ രൂപരേഖ മനസ്സിലാക്കാൻ അനിവാര്യമാണ്. 2025 നവംബർ 18 മാവോയിസ്റ്റുകളുടെ കുപ്രസിദ്ധ കമാൻഡർമാരിൽ ഒരാളായ മാധവി ഹിറ്റ്മയെ വധിച്ചതും തൊട്ടടുത്ത ദിവസം ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമ രാജു ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകളെ കൂടി വകവരുത്തിയതും ഈ വിജയഗാഥയിലെ നിർണായകമായ അധ്യായങ്ങളാണ്. ഈ 2 സംഭവങ്ങൾ ഒരു പ്രതീകാത്മകമായ അന്ത്യം കുറിക്കുന്നു. മാവോയിസത്തിന്റെ സൈനിക ശക്തിയും നേതൃത്വവും തകർക്കപ്പെട്ടിരിക്കുന്നു. ഈ വർഷം മാത്രം ഏകദേശം 300 മാവോയിസ്റ്റുകളെ നിഷ്ക്രിയമാക്കുകയും 1100-ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും 900-ലധികം പേർ കീഴടങ്ങുകയും ചെയ്തു എന്ന കണക്കുകൾ ഈ മാറ്റത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്ര, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇന്ന് മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ നിന്ന് ഏതാണ്ട് മുക്തമാണ്. മാവോയിസ്റ്റ് ഭീഷണിയെ കൈകാര്യം ചെയ്യുന്നതിൽ മോദി ഷാ മോഡൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സമീപനത്തിലെ അടിസ്ഥാനപരമായ വ്യതിയാനമാണ്. മുൻപുണ്ടായിരുന്ന സർക്കാരുകൾ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ മാത്രമാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ 2019 ജൂണിൽ അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയം ഏറ്റെടുത്തതോടെ നയം നിർമ്മാർജ്ജനം എന്നതിലേക്ക് മാറി. ഷാ മുന്നോട്ട് വെച്ച കർശനമായ റെഡ് ലൈൻ ഇതായിരുന്നു: നിരായുധീകരണം ഇല്ലാതെ ചർച്ചയില്ല. അതായത് സായുധരായ തീവ്രവാദികൾ ആദ്യം ആയുധം വെച്ച് കീഴടങ്ങണം. അതോടെ രാജ്യത്തിന്റെ പരമാധികാരം അലംഘനീയമായി നടപ്പിലാക്കുമെന്നും അത് മാവോയിസ്റ്റുകളുടെ താല്പര്യത്തിന് വഴങ്ങില്ലെന്നും സർക്കാർ വ്യക്തമാക്കുകയായിരുന്നു. 2026 മാർച്ച് 31 മാവോയിസ്റ്റ് ആക്രമണങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ സമയപരിധി നിശ്ചയിച്ചത്. ഒരു ദേശീയ സുരക്ഷാ വെല്ലുവിളിയെ വെറും ക്രമസമാധാന പ്രശ്നമായി കാണാതെ സമയബന്ധിതമായി ഇല്ലാതാക്കേണ്ട ഒരു അസ്തിത്വപരമായ ഭീഷണിയായി കണ്ടു എന്നതാണ് ഈ തന്ത്രത്തിന്റെ കാതൽ. ഹിറ്റ്മയുടെ വധം നവംബർ 30 എന്ന ഔദ്യോഗിക സമയപരിധിക്ക് 12 ദിവസം മുൻപായിരുന്നു എന്നതും ഈ സമീപനത്തിന്റെ കാര്യക്ഷമതയെ അടിവരയിടുന്നു. മുൻപ് വികസന പദ്ധതികൾ മാവോയിസ്റ്റുകളെ തോൽപ്പിക്കാൻ സഹായിക്കുമെന്ന് ആശിച്ചുകൊണ്ടുള്ള സമീപനമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ പുതിയ തന്ത്രം ഇതിൽ നിന്ന് വഴിമാറി നിർണായകമായ സുരക്ഷാ നടപടികളെയും ശക്തമായ വികസന ശ്രമങ്ങളെയും സംയോജിപ്പിച്ചു. ഇത് പൂച്ചയും എലിയും കളിക്കുന്നതിന് പകരം നീതിബോധമുള്ള അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു. നിയമവാഴ്ച ഉറപ്പുവരുത്തിയ ശേഷം അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ശാക്തീകരിക്കുന്ന സമഗ്രമായ വികസനം കൊണ്ടുവരിക എന്നതായിരുന്നു രീതി. തീവ്രവാദ ബാധിത പ്രദേശങ്ങളിൽ 2014-നും 2025-നും ഇടയിൽ വികസനവും നിയമപാലനവും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ ഇടപെടലുകളുടെ ഫലമായി വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം കൈവരിച്ചു. റോഡ് ശൃംഖല 14,618 കിലോമീറ്ററായി ഉയർന്നു. ഇത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കി. ഡിജിറ്റൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനായി 7,768 മൊബൈൽ ടവറുകൾ കമ്മീഷൻ ചെയ്യുകയും ജനങ്ങൾക്ക് സാമ്പത്തിക സൗകര്യങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി 1007 ബാങ്ക് ശാഖകളും 937-ലധികം ATMകളും തുറക്കുകയും ചെയ്തു. കൂടാതെ അവിടങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി 179 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തു. ഈ സമഗ്രമായ വികസനമാണ് മാവോയിസ്റ്റ് സ്വാധീനം കുറയ്ക്കുന്നതിലും ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചത്. ഇതോടൊപ്പം സുരക്ഷ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സുരക്ഷിത പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം 2014-ലെ 66-ൽ നിന്ന് 2024-ൽ 612-ആയി വർദ്ധിപ്പിക്കുകയും കഴിഞ്ഞ 5 വർഷത്തിനിടെ 300-ലധികം സുരക്ഷാ ക്യാമ്പുകൾ മാവോയിസ്റ്റ് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഈ സംയോജിത സമീപനം മാവോയിസ്റ്റുകളുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും ആശയവിനിമയ ശൃംഖലകളെയും തകർക്കാൻ സഹായിച്ചു. മാവോയിസത്തെക്കുറിച്ചുള്ള ദീർഘകാലമായുള്ള ആഖ്യാനങ്ങൾ തകർത്തതാണ് ഈ വിജയത്തിലെ മറ്റൊരു നിർണായക ഘടകം. ദാരിദ്ര്യമുള്ളവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഒരു കലാപമായി
മാവോയിസത്തെ ഒരു കൂട്ടം എഴുത്തുകാരും പ്രവർത്തകരും ചേർന്ന് കാലങ്ങളായി ചിത്രീകരിച്ചിരുന്നു. ജാതിപരമായ അതിക്രമങ്ങൾക്കും ഭൂ ഉടമകളുടെ ചൂഷണത്തിനും എതിരെയുള്ള ഒരു നീതിയുക്തമായ പ്രതിരോധം എന്ന നിലയിൽ ഇതിന് ഒരു ആശയപരമായ സാധുത, അതായത് ഒരു ഐഡിയോളജിക്കൽ ലെജിറ്റിമസി നൽകാൻ ഈ ബുദ്ധിജീവി സമൂഹം ശ്രമിച്ചു. എന്നാൽ വസ്തുതാപരമായ പരിശോധനയിൽ ഈ കെട്ടുകഥകൾ തകരുകയായിരുന്നു. മാവോയിസം യഥാർത്ഥത്തിൽ ഭൂ ഉടമകൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് മാവോയിസ്റ്റ് സ്വാധീനമുള്ള മേഖലകളിൽ ഭൂ ഉടമകളുടെ എണ്ണം കുറയാതിരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഏറ്റവും വലിയ വൈരുദ്ധ്യം മാവോയിസ്റ്റുകളാൽ കൊല്ലപ്പെട്ടവരിൽ 90% പേരും ദളിതർ, ആദിവാസികൾ, മറ്റ് പിന്നാക്ക വിഭാഗക്കാർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമാണ് എന്നതാണ്. തങ്ങൾ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്നോ അവരെ തന്നെയാണ് മാവോയിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തിയത്. ഈ തീവ്രവാദത്തെ നഗരങ്ങളിലെ സുരക്ഷിത താവളങ്ങളിൽ ഇരുന്ന് മഹത്വവൽക്കരിക്കുന്ന ബുദ്ധിജീവികളുടെ നിലപാടുകൾ ഈ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും അവരുടെ വൈരുദ്ധ്യം തുറന്നു കാട്ടപ്പെടുകയും ചെയ്യും. വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ നക്സലിസം തുടച്ചു നീക്കുന്നതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് സുരക്ഷാ സേന അടുക്കുന്നതിൻ്റെ നിർണായക സൂചനയാണ് മാവോയിസ്റ്റുകളുടെ തന്നെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം. ഉന്നത മാവോവാദി കമാൻഡർ മത്വി ഹിത്മയെ വധിച്ചതോടെ നിരോധിത സംഘടന മാനസികമായി തളർന്നു. മുൻപ് സായുധ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്ന പല കമാൻഡർമാരും ഗുരുതരമായ രോഗങ്ങളാൽ വലയുകയോ കീഴടങ്ങുകയോ ചെയ്തു. ഈ സമ്മർദ്ദത്തിന്റെ ഫലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിന്റെ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ആയുധ പോരാട്ടം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് 2026 ഫെബ്രുവരി 15 വരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സമയം ആവശ്യപ്പെട്ട് കത്തയച്ചു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് പ്രത്യേക സോണൽ കമ്മിറ്റിയുടെ വക്താവായ അനന്ത് ഒപ്പിട്ട കത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാത്ത കീഴടങ്ങലിന് സൗകര്യമൊരുക്കുന്നതിനായി അതത് സംസ്ഥാനങ്ങളിലെ ഓപ്പറേഷനുകൾ നിർത്തിവെക്കണമെന്ന് മാവോവാദികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്കും ആയുധങ്ങൾ ഉപേക്ഷിക്കാനും സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി അംഗീകരിക്കാനും ആഗ്രഹമുണ്ട്. എന്നാൽ ഇതിന് സമയം നൽകണമെന്ന് ഞങ്ങൾ 3 സംസ്ഥാന സർക്കാരുകളോടും അഭ്യർത്ഥിക്കുന്നു എന്ന് കത്തിൽ പറയുന്നു. 2026 മാർച്ച് 31 നക്സലിസം അവസാനിപ്പിക്കണമെന്ന അമിത്ഷായുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് തങ്ങളുടെ ആവശ്യമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഒരു കൂട്ടായ തീരുമാനമെടുക്കുന്നതിനും ഈ സന്ദേശം സഹാക്കളിലേക്ക് എത്തിക്കുന്നതിനും സമയം ആവശ്യമാണെന്നായിരുന്നു അവരുടെ പ്രധാന വാദം. ഇടതുപക്ഷ തീവ്രവാദത്തെ നേരിടുന്നതിൽ മോദി സർക്കാർ നടപ്പിലാക്കിയ റെഡ് ബുക്ക് തന്ത്രം ഭാവിയിൽ രാജ്യത്തിന് നേരിടേണ്ടി വരുന്ന ഏത് ആഭ്യന്തര കലാപങ്ങളെയും നേരിടാനുള്ള ഒരു സുപ്രധാന മാതൃകയായി കണക്കാക്കപ്പെടുന്നു. ഈ തന്ത്രത്തിന്റെ കാതൽ 4 പ്രധാന ഘടകങ്ങളെ സമന്വയിപ്പിക്കുന്നു. ഒന്നാമതായി, വികസന വാചാടോപങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നായിരിക്കണമെന്ന് കലാപകാരികളെ ബോധ്യപ്പെടുത്തുന്ന ശക്തമായ സ്റ്റേറ്റ് അതോറിറ്റി സ്ഥാപിക്കുക എന്നതിനാണ് പ്രാധാന്യം. രണ്ടാമതായി, ചർച്ചകൾക്ക് മുൻപുള്ള കർശനമായ നിബന്ധനയായി റെഡ് ലൈൻ ചർച്ചാ നയം സ്വീകരിക്കുക. അതായത് ആയുധങ്ങൾ താഴെ വെച്ച് നിരുപാധികം കീഴടക്കിയാൽ മാത്രമേ ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ. ബന്ദിയാക്കൽ തന്ത്രങ്ങൾക്ക് സർക്കാർ വഴങ്ങില്ല. മൂന്നാമതായി, സുരക്ഷാ സാഹചര്യം ഉറപ്പിച്ച ശേഷം അത്യാവശ്യ സൗകര്യങ്ങളും അവസരങ്ങളും എത്തിച്ച് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്ന സമഗ്രമായ വികസനം നടപ്പിലാക്കുക. അവസാനമായി, കലാപകാരികൾക്ക് ആശയപരമായ പിൻബലം നൽകുന്ന പഴകിയ കെട്ടുകഥകളെയും വൈരുദ്ധ്യങ്ങളെയും ആഖ്യാനങ്ങളെയും പൊതുസമൂഹത്തിന് മുന്നിൽ ശക്തമായി ചോദ്യം ചെയ്യുകയും തകർക്കുകയും ചെയ്യുക. ഈ 4 ഘടകങ്ങൾ ചേർന്നുള്ള ഏകോപിത സമീപനമാണ് കലാപങ്ങളെ തകർക്കാൻ ഏറ്റവും ഫലപ്രദമെന്ന് തെളിയിക്കുന്നു. വികസനവും നിയമപാലനവും പരസ്പരം മത്സരിക്കുന്ന 2 കാര്യങ്ങളല്ല, മറിച്ച് പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് എന്ന് ഈ മോഡൽ തെളിയിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിലെയും അബുജ്മാദിലെയും അവശേഷിക്കുന്ന ചെറിയ പ്രദേശങ്ങളിൽ മാത്രമായി മാവോയിസം ചുരുങ്ങുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിൽ ഈ തന്ത്രം ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തപ്പെടും. ഈ വിജയം വികസനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അമിത മൃദുലമായ സമീപനം, അതായത് ഒരു ഓവർലി സോഫ്റ്റ് അപ്രോച്ച് ആവശ്യമില്ലെന്നും ആവശ്യമായ സന്ദർഭങ്ങളിൽ ദൃഢമായ ഇച്ഛാശക്തിയും വ്യക്തമായ ലക്ഷ്യബോധവും അനിവാര്യമാണെന്നും തെളിയിക്കും. ഭാവിയിൽ സമാനമായ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ഈ റെഡ് ബുക്ക് തന്ത്രം ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്ക് ഒരു വഴികാട്ടിയായി വർത്തിക്കുമെന്നതിൽ സംശയമില്ല.